ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫിസിക്സ് ക്ലാസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വരെ ആയിരുന്നു നോക്കിയിരുന്നത് അല്ലേ. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് മെഷറിംഗ് ലാർജ് ഡിസ്റ്റൻസ്. 3 തരം പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ആണ് ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ളത്. 1 ലൈറ്റ് ഇയർ, 2 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, 3 പാർസെക്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ വാക്വം ഇൻ 1 ഇയർ ആണ് ലൈറ്റ് ഇയർ അല്ലേ. ഒരു വർഷം വാക്വത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ലൈറ്റ് ഇയർ. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ സ്പീഡ്, വാക്വത്തിലൂടെ ലൈറ്റിൻ്റെ സ്പീഡ് ഇൻറ്റു ടൈം 1 ഇയർ ആണ് കാൽക്കുലേഷൻ വരിക. അപ്പം സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം 3 × 10⁸ ഇൻറ്റു 1 ഇയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 365.25 ഇൻറ്റു 24 hours ഇൻറ്റു 60 minutes ഇൻറ്റു 60 seconds. ഇങ്ങനെയാണ് നമുക്ക് 1 ലൈറ്റ് ഇയർ കണ്ടുപിടിക്കാൻ പറ്റുക. അടുത്ത ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണ്? സണ്ണിൽ നിന്നും എർത്തിൻ്റെ മീൻ ഡിസ്റ്റൻസ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. 1 AU ഈക്വൽ ടു 1.496 ഇൻറ്റു 10⁻11 മീറ്റർ ആണ് AU എന്ന് പറയുന്നത്. പാർസെക് എന്ന് പറയുന്നത് പാരാലക്റ്റിക് സെക്കൻഡ്. ആസ്ട്രോണമിയിൽ പ്രാക്ടിക്കൽ യൂണിറ്റ്, ഏറ്റവും വലിയ പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ളത്. അതാണ് പാർസെക്. സ്റ്റാറുകളോ മറ്റ് സെലസ്റ്റിയൽ ഒബ്ജക്റ്റുകളോ എർത്തിൽ നിന്നും ഡിസ്റ്റൻസ് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പാർസെക്. 1 second ഓഫ് ആർക്കാണ് അതിൻ്റെ മെഷർമെൻ്റ് ആയിട്ട് വരിക. ഇനി ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി കുറച്ച് ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ഉണ്ട്. ഒന്നാണ് പാരലാക്സ്, 2 ട്രയാങ്കുലേഷൻ മെത്തേഡ്, 3 റിഫ്ലക്ഷൻ ഓർ എക്കോ മെത്തേഡ്. പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കണ്ണ് അടച്ച് ഒരു കണ്ണ് തുറന്ന് ഒരു ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ തിരിച്ച് മറ്റേ കണ്ണടച്ച് മറ്റേ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആ ഒബ്ജക്റ്റിന് ചെറിയൊരു മാറ്റമുണ്ടാകും അല്ലേ. ആ ഒബ്ജക്റ്റ് നിൽക്കുന്ന പൊസിഷന് ഒരു അപ്പാരൻറ്റ് ഷിഫ്റ്റ് ഉണ്ടാകും. അതിനെയാണ് പാരലാക്സ് മെത്തേഡ് എന്ന് പറയുക. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഒരു ഫിംഗർ നമ്മുടെ ഫേസിനും ഫ്രണ്ടിലായിട്ട് വെച്ചിട്ട് കണ്ണുകൾ മാറി അടച്ചും തുറന്ന് നോക്കുമ്പം ആ ഫിംഗർ ഒന്ന് ചെറുതായിട്ട് മാറിയതായിട്ട് തോന്നും. അതിനെയാണ് അതിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതായിട്ട് തോന്നും. അതാണ് അപ്പാരൻറ്റ് ഷിഫ്റ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. മൂണിൻ്റെയോ മറ്റേതെങ്കിലും പ്ലാനറ്റിൻ്റെയോ ഡിസ്റ്റൻസ് നമുക്ക് എർത്തിൽ നിന്നും അറിയണമെന്നുണ്ടെങ്കിൽ 2 ഒബ്സർവേറ്ററീസ് വരും അല്ലേ. 2 ഡിഫറൻറ്റ് പൊസിഷനിൽ നിന്നുമായിരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്യുക. അങ്ങനെ 2 ഒബ്സർവേഷൻ വരുമ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു ആംഗിളാണ് പാരലാക്സ് ആംഗിൾ. ആംഗിൾ ആർക്ക് ബൈ റേഡിയസ് എന്ന ഇക്വേഷനിലൂടെയാണ് പാരലാക്സ് ആംഗിൾ കണ്ടുപിടിക്കുക. ഈ പിക്ചറിൽ അതാണ് കൊടുത്തിരിക്കുന്നത്. A, B എന്ന 2 ഒബ്സർവേറ്ററീസ് ആണ് എർത്തിൽ നിന്നും തീറ്റ എന്ന ഒബ്ജക്റ്റിലെ ഒബ്സർവ് ചെയ്യുന്നതാണ്. അന്നേരം ഉണ്ടാകുന്ന ഡിസ്റ്റൻസുകളാണ് θ1, θ2 പിന്നെ ബിയും. അടുത്തൊരു ഇൻഡയറക്റ്റ് മെത്തേഡാണ് ട്രയാങ്കുലേഷൻ മെത്തേഡ്. ട്രിയോ മൗണ്ടനെ പോലുള്ള ഒരു ആക്സസിബിൾ അല്ലെങ്കിൽ ഒരു ഇന്നാക്സസിബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ട്രയാങ്കുലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അവിടെ ഫോം ചെയ്യുന്നു മെഷർമെൻറ്റിൽ. അതുകൊണ്ടാണ് അതിന് ട്രയാങ്കുലേഷൻ മെത്തേഡായിട്ട് പറയുക. അടുത്ത മെത്തേഡാണ് റിഫ്ലക്ഷൻ ഓർ എക്കോ മെത്തേഡ്. എർത്തിൽ നിന്നും ഒരു വേവ്സിൻ്റെ റിഫ്ലക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പം ഓഷ്യൻ്റെ ഡെപ്ത് അറിയാൻ വേണ്ടി സോണാർ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ മറ്റ് ഒബ്സ്റ്റക്കിൾസ് ആയ പ്ലാനറ്റ്, എയർക്രാഫ്റ്റ്, ബൗൺസിങ് റേഡിയോ വേവ്സ് കടത്തി വിട്ട് നമ്മൾ എർത്തിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതാണ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ എക്കോ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് ഡിസ്റ്റൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രാക്ടിക്കൽ യൂണിറ്റ്സുകളാണ് ലൈറ്റ് ഇയറും ആസ്ട്രോണമിക്കൽ യൂണിറ്റും പാർസെക്കും. എന്നാൽ ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? പാരലാക്സ്, ട്രയാങ്കുലേഷൻ മെത്തേഡ്, റിഫ്ലക്ഷൻ ഓർ എക്കോ മെത്തേഡ്. അടുത്തൊരു പോർഷനാണ് മൾട്ടിപ്പിൾസും സബ് മൾട്ടിപ്പിൾസും. മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് പവർ ഓഫ് 10 ആണ്. പവർ ഓഫ് 10 വരുന്നതെല്ലാം മൾട്ടിപ്പിൾസ് ആണ്. എക്സാമ്പിൾ ഏതാ? 10⁻1, 10⁻2, 10⁻3, 10⁻6, 10⁻9, 10⁻12, 10⁻15, 10⁻18. ഇവയൊക്കെ പവർ ഓഫ് 10 ആണല്ലേ. ലാർജ് ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് മൾട്ടിപ്പിൾസ് യൂസ് ചെയ്യുക. സബ് മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് നെഗറ്റീവ് പവർ ഓഫ് 10 ആണ്. സ്മോൾ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടി, അതായത് 10ൻ്റെ പവർ എല്ലാം നെഗറ്റീവ് ആയിരിക്കും. -1, -2, -3 അങ്ങനെ പോകുന്നതെല്ലാം സബ് മൾട്ടിപ്പിൾസുമായിരിക്കും. പോയിൻ്റ് വരും അല്ലേ. 0.1 എന്ന് പറയുന്നത് വളരെ ചെറിയൊരു അളവാണ്. എന്നാൽ 10⁻1 10 ആണ്. അത് വളരെ വലിയ അളവുമാണ്. അതാണ് മൾട്ടിപ്പിൾസും സബ് മൾട്ടിപ്പിൾസും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.